അന്താരാഷ്ട്ര വേദികളിൽ പലസ്തീൻ ജനതയുടെ ശബ്ദമായി മാറേണ്ടിയിരുന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പലസ്തീൻ അധികാരികളെ വിലക്കിക്കൊണ്ട് അമേരിക്ക നടത്തിയ വിസ നിഷേധം ആഗോള രാഷ്ട്രീയത്തിലെ അധികാരത്തിന്റെയും ഇരട്ടത്താപ്പിന്റെയും ഇരുണ്ട മുഖം ഒരിക്കൽ കൂടി വെളിവാക്കുകയാണ്. പ്രമുഖ പലസ്തീൻ പത്രപ്രവർത്തകനായ ദാവൂദ് കുത്താബ് തന്റെ ലേഖനത്തിൽ ഈ വിഷയത്തെ സമഗ്രമായി അപഗ്രഥിക്കുന്നുണ്ട്. അമേരിക്കൻ വിദേശ നയത്തിന്റെ കാപട്യത്തെയും ഇസ്രയേലിനോടുള്ള അന്ധമായ പക്ഷാപാതത്തെയും അദ്ദേഹം ശക്തമായി ചോദ്യം ചെയ്യുന്നു. ഈ സംഭവത്തെ ഒരു ഒറ്റപ്പെട്ട നീക്കമായി കാണാൻ കഴിയില്ല, മറിച്ച് പലസ്തീൻ ജനതയെ രാഷ്ട്രീയമായും മാനുഷികമായും അടിച്ചമർത്താനുള്ള ദീർഘകാല ശ്രമങ്ങളുടെ തുടർച്ചയാണിത്. ഐക്യരാഷ്ട്രസഭയുമായി അമേരിക്ക ഒപ്പുവെച്ച ആസ്ഥാന കരാർ അനുസരിച്ച് UN യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ലോക നേതാക്കൾക്ക് വിസ നൽകാൻ അമേരിക്ക ബാധ്യസ്ഥരാണ്. ഈ കരാർ അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെയും സംഭാഷണത്തിന്റെയും സുഗമമായ നടത്തിപ്പിന് അനിവാര്യമായ ഒന്നാണ്. എന്നാൽ അമേരിക്കൻ ഭരണകൂടങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ കരാറിനെ പലപ്പോഴും സൗകര്യപൂർവ്വം ലംഘിച്ചിട്ടുണ്ട്. 1988 പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ നേതാവായിരുന്ന യാസർ അർഫത്തിന്റെ UN യോഗത്തിൽ പങ്കെടുക്കാൻ വിസ നിഷേധിച്ച സംഭവം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ലോകരാഷ്ട്രങ്ങൾ ഇതിനെതിരെ ശബ്ദമുയർത്തുകയും സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക യോഗം ചേരേണ്ടി വരികയും ചെയ്തു. ഇന്നിപ്പോൾ ട്രംപ് ഭരണകൂടം സമാനമായ നീക്കത്തിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പലസ്തീനിയൻ ജനതയുടെ പ്രതിനിധികളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നു. വിസ നിഷേധത്തിന് ന്യായീകരണമായി അമേരിക്ക മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ ദുർബലവും വിരോധാഭാസവുമാണ്. പലസ്തീൻ അതോറിറ്റി സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്നതാണ് അവരുടെ പ്രധാന ആരോപണം. എന്നാൽ യാഥാർത്ഥ്യം ഇതിന് വിപരീതമാണ്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണങ്ങളെ പലസ്തീൻ അതോറിറ്റി ശക്തമായി അപലപിച്ചു. നിരായുധീകരണത്തിനുള്ള ഫ്രാൻസ് സൗദി സംയുക്ത പ്രസ്താവനയും അവർ പിന്തുണച്ചു. സമാധാന പ്രക്രിയയിൽ സജീവമായി സഹകരിക്കുന്ന ഒരു സംഘടനയെ സമാധാനത്തിന് തുരങ്കം വെക്കുന്നവരെന്ന് മുദ്ര കുത്തുന്നത് യുക്തിരഹിതമാണ്. ഇത് പലസ്തീൻ അതോറിറ്റിയും ഹമാസിനെയും തമ്മിൽ വേർതിരിച്ച് കാണാൻ അമേരിക്കയ്ക്ക് താല്പര്യമില്ല എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. സെപ്റ്റംബറിൽ നടക്കുന്ന UN പൊതുസഭയ്ക്ക് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പല രാജ്യങ്ങളും പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഫ്രാൻസ്, കാനഡ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ, മാൾട്ട തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ UN പൊതുസഭ പലസ്തീനികൾക്ക് തങ്ങളുടെ രാഷ്ട്രപദവി ലോകത്തിന് മുന്നിൽ ആഘോഷിക്കാനും ഗാസയിലെ വെസ്റ്റ് ബാങ്കിലെയും അതിക്രമങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ലഭിക്കുന്ന വലിയൊരു അവസരമാണ്. ഈ വേദിയിൽ തങ്ങളുടെ പ്രതിനിധികൾക്ക് സംസാരിക്കാൻ അനുവാദം നൽകിയാൽ അത് ലോകരാജ്യങ്ങളിൽ പലസ്തീൻ അനുകൂലമായ പൊതുജനാഭിപ്രായം സൃഷ്ടിക്കുമെന്നും കൂടുതൽ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നും അമേരിക്ക ഭയപ്പെടുന്നു. ഈ സാധ്യതയെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം വിസ നിഷേധം എന്ന തടസ്സവാദം മുന്നോട്ട് വെക്കുന്നത്. പലസ്തീനിയൻ ജനതയ്ക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൽ ലഭിക്കാവുന്ന നയതന്ത്രപരമായ വിജയം ഇല്ലാതാക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. അമേരിക്കയുടെ ഈ നയം അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയോടുള്ള അവരുടെ ഇരട്ടത്താപ്പ് സമീപനവും വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്ക സ്വീകരിക്കാൻ തയ്യാറാണ്. എന്നാൽ സമാനമായ സാഹചര്യത്തിൽ 2013 ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച സുഡാൻ പ്രസിഡന്റ് ഒമർ അൽ ബഷീറിന്റെ അമേരിക്ക വിസ നിഷേധിച്ചിരുന്നു. ICCയുടെ വാറന്റുകൾ അമേരിക്കയ്ക്ക് ഒരു വിഷയമല്ലെന്ന് നെതന്യാഹുവിനെ സ്വീകരിക്കുന്നതിലൂടെ അവർ വ്യക്തമാക്കുന്നു. എന്നാൽ അതേ വാറന്റ് ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തെ നേതാവിന് വിസ നിഷേധിക്കുകയും ചെയ്യുന്നു. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുന്ന അമേരിക്കൻ സമീപനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ വിവേചനം അമേരിക്ക നീതിയുടെ പക്ഷത്തല്ല, മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെയും സഖ്യകക്ഷികളുടെയും പക്ഷത്താണെന്നും തെളിയിക്കുന്നു. ഈ വിസ നിഷേധം മാത്രമല്ല, മാധ്യമപ്രവർത്തകരെ നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾക്കും അമേരിക്ക കൂട്ടുനിൽക്കുന്നുണ്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 244-ലധികം പലസ്തീനിയൻ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടെങ്കിലും അമേരിക്ക അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, അൽ ജസീറയിലെ മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയതിനെ ന്യായീകരിക്കാൻ അവർ ഹമാസിന്റെ ഭാഗമാണെന്ന ഇസ്രയേലിന്റെ വ്യാജ ആരോപണത്തെയും അമേരിക്ക പിന്തുണച്ചു. യുദ്ധത്തിന്റെ യഥാർത്ഥ ചിത്രം ലോകത്തിന് മുന്നിൽ എത്തിക്കുന്ന മാധ്യമപ്രവർത്തകരെ പോലും ലക്ഷ്യമിടുന്നത് പലസ്തീനിയൻ ജനതയുടെ ശബ്ദം എത്രത്തോളം ഭയപ്പെടുത്തുന്നു എന്നതിന്റെ സൂചനയാണ്. ഇസ്രായേൽ നടത്തുന്ന ഈ അതിക്രമങ്ങൾക്ക് അമേരിക്കയുടെ മൗനാനുവാദം ലഭിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ ഈ നീക്കം ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. അക്രമരഹിത മാർഗങ്ങളിലൂടെ തങ്ങളുടെ അവകാശങ്ങൾക്കായി സംസാരിക്കാൻ പോലും ഒരു ജനതയെ അനുവദിക്കുന്നില്ലെങ്കിൽ അവർക്ക് പിന്നെ എന്ത് മാർഗമാണ് അവശേഷിക്കുന്നത്? പലസ്തീനിയൻ ജനത ദശാബ്ദങ്ങളായി സമാധാനപരമായ മാർഗങ്ങളിലൂടെയാണ് തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും അവർ വിശ്വസിക്കുന്നു. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്ക ഈ ജനതയെ പൂർണ്ണമായും അവഗണിക്കുകയാണ്. അവരെ സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ഇത് അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയോടുള്ള അവരുടെ വിശ്വാസത്തെയും തകർക്കും. അമേരിക്കയുടെ വിസ നിഷേധം മനഃപൂർവ്വമുള്ള കണ്ണടക്കലാണ്. വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ ചുവപ്പ് പരവതാനി വിരിച്ച് ആനയിക്കുന്ന ട്രംപ് ഭരണകൂടം നീതിക്ക് വേണ്ടി പിടഞ്ഞു
മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഈ നീതി നിഷേധം പലസ്തീൻ ജനതയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഒരു ലോകശക്തിക്കും കഴിയില്ല എന്ന ദാവൂദ് ഖുതാബിന്റെ വാക്കുകൾക്ക് അടിവരയിടുന്നു. ഒരു ജനതയുടെ ശബ്ദത്തെ താൽക്കാലികമായി നിശബ്ദമാക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷെ ആ പോരാട്ടത്തെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ കഴിയില്ല. ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യകളിൽ ഒന്നായി ഇസ്രയേലിന്റെ ഗാസയിലെ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ നയം പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ആര് സംസാരിക്കുമെന്ന ചോദ്യം ബാക്കിയാക്കി. ഈ അനീതിയുടെ പേരിൽ ചരിത്രം അമേരിക്കയോട് കണക്ക് ചോദിക്കുമെന്നതിലും സംശയമില്ല. ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രയേലിനെതിരെ വരുന്ന പ്രമേയങ്ങളെയും വിമർശനങ്ങളെയും വീറ്റോ അധികാരം ഉപയോഗിച്ച് അമേരിക്ക പതിവായി തടയുന്നു. ഇസ്രയേലിന്റെ കയ്യേറ്റങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ചർച്ചകൾ വരുമ്പോൾ അവയെല്ലാം തടസ്സപ്പെടുത്തുന്നതിൽ അമേരിക്ക പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് ഇസ്രയേലിന് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ യാതൊരു അന്താരാഷ്ട്ര സമ്മർദ്ദവും ഉണ്ടാകില്ല എന്നൊരു ധാരണയും നൽകുന്നു. ഈ തന്ത്രപരമായ സംരക്ഷണം കാരണം ഇസ്രയേൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് യാതൊരു പ്രത്യാഘാതം ഉണ്ടാകില്ലെന്ന തോന്നൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും രാജ്യം സമാനമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയാൽ അമേരിക്ക ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ഇസ്രയേലിന്റെ കാര്യത്തിൽ ഈ നിലപാടിൽ നിന്ന് അവർ വ്യതിചലിക്കുന്നു. ദാവൂദ് ഖുതാബ് തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തെ അമേരിക്ക ശക്തമായി അപലപിക്കുകയും റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുകയോ ചെയ്യുന്നു. ഈ ഇരട്ടത്താപ്പ് അമേരിക്കയുടെ വിദേശ നയം നീതിയിലോ മനുഷ്യാവകാശങ്ങളിലോ അധിഷ്ഠിതമല്ല, മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലാണ് അധിഷ്ഠിതമായിരിക്കുന്നതെന്നാണ് തെളിയിക്കുന്നത്. ഈ പക്ഷാപാതപരമായ നയം പലസ്തീൻ ജനതയ്ക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള വഴിയിൽ വലിയ തടസ്സങ്ങളും സൃഷ്ടിക്കുന്നു. സമാധാനപരമായ മാർഗങ്ങളിലൂടെ പരിഹാരം കാണാനുള്ള ശ്രമങ്ങളെ ഇത് ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു ലോകശക്തിയുടെ ഈ പക്ഷാപാതം പലസ്തീൻ ജനതയുടെ ദുരിതത്തിന് ആഴം കൂട്ടുകയും നീതിയുടെയും സമാധാനത്തിന്റെയും സാധ്യതകളെ ഇല്ലാതാക്കുകയുമാണ് ചെയ്യുന്നത്.